നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വട്ടയപ്പമാണ്. ഈ ഒരു വട്ടയപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ചെറു ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഈസ്റ്റും അപ്പസോഡയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. ഞാനിവിടെ എടുത്തിട്ട് 2 കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ, 4 ഏലക്ക, 2 പഴം. ഈ പഴം എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം പച്ചരി ഒന്ന് അരച്ചെടുക്കാം. സോഡാപ്പൊടിയും ഈസ്റ്റും ചേർത്ത വെള്ളം ചേർത്ത് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. രണ്ടാം തവണ ഞാൻ പച്ചരി അരയ്ക്കുമ്പോൾ സാധാരണ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത്. കാരണം ഇതിൽ നിന്ന് നമുക്ക് കപ്പി കാച്ചാനായി 1 സ്പൂൺ മാറ്റി വയ്ക്കേണ്ടതുണ്ട്. ഞാൻ 1 സ്പൂൺ മാവ് കോരി എടുത്തിട്ടുണ്ട്. അതേ സ്പൂണിൽ തന്നെ 4 സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കപ്പി കാച്ചാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തുടർച്ചയായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു രീതിയാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് ഇതിനെ തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി തേങ്ങയോടൊപ്പം ഏലക്കായും ചേർത്ത് അരച്ച് ചേർക്കണം. തേങ്ങ കട്ടിക്ക് തന്നെ അരച്ച് ചേർക്കണം. ഉപ്പ് ചേർക്കാം. കപ്പി കാച്ചി തണുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഇതിലിട്ട് ചേർക്കാൻ പാടുള്ളൂ. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതൊരു 4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കി. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. നല്ല മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണയോ നെയ്യോ പുരട്ടി ഞാൻ നേരത്തെ കാണിച്ച പഴം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കിസ്മിസ് കൂടെ ചേർക്കാം. മാവ് ഒരു പാത്രത്തിൻ്റെ പകുതി അളവിൽ നമുക്ക് മാവ് ഒഴിച്ച് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതിനെ തുറന്ന് നോക്കി. നമ്മുടെ വളരെ മനോഹരവും ടേസ്റ്റിയും ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ വട്ടയപ്പം നിങ്ങളും ഒന്ന് തയ്യാറായി നോക്കണം. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടം